നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മാരുതിയുടെ ഏറ്റവും പുതിയ ഡിസയർ തൊടുപുഴയിൽ ലോഞ്ചായി. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. പെർസവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനസ്. പഴയ മോഡലിൽ നിന്നും എടുത്തു പറയത്തക്ക ഒരുപാട് മാറ്റങ്ങളാണ് പുതിയ ഡിസയറിന് വന്നിട്ടുള്ളത്. എക്സ്റ്റീരിയർ പാടെ മാറിയെന്ന് വേണം പറയാൻ. സൺറൂഫ് ആണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. ഈ സെഗ്മെന്റിൽ തന്നെ ആദ്യമായിട്ടാണ് സൺറൂഫ് ഉള്ള ഒരു വാഹനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്രണ്ടിലെ മാറ്റങ്ങൾ വളരെ പ്രകടമാണ്. ഹെഡ്ലൈറ്റ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള രീതിയിലാണ്. ഹെഡ്ലൈറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് നമുക്ക് കാണാം. അതിന്റെ ഒറ്റ നടുക്കായിട്ട് സുസുക്കിയുടെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. 6 ബ്ലോക്കായിട്ടുള്ള ഒരു LED പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ള ഹാലജൻ ആണ്. താഴെ LED ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ലോഗോയ്ക്ക് താഴെയായിട്ട് 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ബോണറ്റിന്റെ ഡിസൈനിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വാഹനത്തിന്റെ സൈഡ് പോർഷനിലെ കർവ് ഡിസൈനൊക്കെ മാറ്റി ഷാർപ്പായിട്ടുള്ള ലൈനുകളും കട്ടിങ്ങുകളും നൽകിക്കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ബോഡി കളറായിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് നൽകിയിട്ടുള്ളത്. ORVMസിന് താഴെയായിട്ട് 360 ഡിഗ്രി ക്യാമറ നൽകിയിരിക്കുന്നത് ഒരു പ്രത്യേകതയാണ്. മുകളിൽ ഷാർക്ക് ഫിൻ ആന്റിനെയും ബാക്കിലെ ഗ്ലാസ്സിലെ ഡീഫോഗറും കാണാം. 185/65R15 ആണ് ടയറിന്റെ സൈസ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു അലോയ് വീലാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ബാക്കിൽ കൊടുത്തിട്ടുള്ള മിനി സ്പോയിലർ വാഹനത്തിന് കൂടുതൽ ഭംഗി നൽകുന്നുണ്ട്. ടെയിൽ ലൈറ്റ് പാടെ മാറിയിട്ടുണ്ട്. ഒരു ട്രൈആംഗിൾ ഷേപ്പിലാണ് ആ ഒരു യൂണിറ്റ് വന്നിട്ടുള്ളത്. ബാക്കിലെ ബൂട്ട് സ്പേസ് പഴയതിൽ നിന്നും ഒരു 4 ലിറ്റർ കൂടുതൽ വന്നിട്ടുണ്ട്. ബാക്കിലെ 360 ഡിഗ്രി ക്യാമറയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്റീരിയറും വളരെ ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് മാരുതി നിലനിർത്തിയിട്ടുള്ളത്. ഇതിൽ വലിയൊരു മാറ്റം ഇല്ല എന്ന് തന്നെയാണ് പറയാം. AMT ഗിയർ ലിവറും കാണാൻ ഭംഗിയുള്ള നിലയിലാണ്. ഡാഷ്ബോർഡും അനുബന്ധ ഘടകങ്ങളെല്ലാം തന്നെ കളർ ചേഞ്ച് വരുത്തിക്കൊണ്ട് വളരെ മനോഹരമുള്ളതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് കണ്ട് പരിചയമുള്ള അതേ സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. AC വെന്റുകൾ കാണാം. 9 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ബലേനയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അതേ ഒരു കൺസോൾ യൂണിറ്റ് തന്നെയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. വയർലെസ് ചാർജിംഗ് പോർട്ട് വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട പുതിയൊരു മാറ്റമാണ്. ക്യാബിൻ ലാമ്പും സൺറൂഫിന്റെ സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോ ഡ്രൈവർ സീറ്റിന്റെ ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിന് ഒരു ടിക്കറ്റ് ഹോൾഡറും നൽകിയിട്ടുണ്ട്. ബാക്കിലേക്ക് ഒരു AC വെന്റ് കൊടുത്തിട്ടുള്ളത് പ്രത്യേകതയാണ്. സെക്കൻഡ് വേരിയന്റ് തൊട്ടാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. അതുപോലെ ഫ്രണ്ടിലെ സീറ്റും ബാക്കിലെ സീറ്റും വളരെ കംഫർട്ട് വരുന്ന രീതിയിലാണ് മാരുതി ബിൽഡ് ചെയ്തിട്ടുള്ളത്. വാഹനത്തിന് പഴയതിൽ നിന്നും സ്വല്പം വീതി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റീരിയർ സ്പേസും വർദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ സ്വിഫ്റ്റിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനും മാരുതി കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു എഞ്ചിൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പവർ ഒട്ടും കുറയാതെ തന്നെ മൈലേജ് കൂടുതൽ കിട്ടും. AMTക്ക് 25.7ഉം മാനുവലിന് 24.7ഉമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന മൈലേജ്. ഇതിന്റെ CNG മോഡൽ ഉടനെ തന്നെ വരുന്നുണ്ട്. അതിന് 33.7 കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. വീഡിയോ കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.